സർ, നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടോ എന്ന്. അങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് ചില ലാബുകാർ നടത്തുന്ന പരസ്യം മാത്രമാണ്. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിച്ച് എല്ലാ ക്യാൻസറുകളും ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് പോസിബിൾ അല്ല. പിന്നെ ചില ട്യൂമറുകൾക്ക് ചില ബ്ലഡിൽ ചില ബയോമാർക്കേഴ്സ് എലവേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അതിനെ നമ്മൾ ട്യൂമർ മാർക്കർ എന്ന് പറയും. അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് ബയോപ്സി എന്നൊരു സങ്കേതം വരുന്നുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു സങ്കേതമായിട്ട് ഉയർന്നു വരും. പക്ഷേ ഇപ്പോൾ അത് കറൻ്റ്ലി അവൈലബിൾ അല്ല. ഏതൊക്കെ ട്യൂമറുകൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ട്യൂമർ മാർക്കറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? നിരവധി ട്യൂമർ മാർക്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. CEA എന്ന് പറഞ്ഞാൽ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ, അത് നമ്മുടെ കോളോറക്ടൽ ക്യാൻസറിന് വേണ്ടി ആ ട്യൂമർ മാർക്കർ റിലേറ്റഡ് ആയിരിക്കാം. AFP അല്ലെങ്കിൽ ആൽഫ ബീറ്റ പ്രോട്ടീൻ ലിവർ ക്യാൻസറിന് എലവേറ്റഡ് ആയിരിക്കാം. β-HCD ചില കോറിയോ കാർസിനോമ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ട്യൂമറിന് എലവേറ്റഡ് ആയിരിക്കാം. CA19-9 എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കറുണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസറിന് കണ്ടുപിടിക്കാൻ വേണ്ടി. NSC എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കറുണ്ട് ചില ന്യൂറോജനിക് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ലങ് ക്യാൻസറിനൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ നിരവധി ട്യൂമർ മാർക്കറുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതെല്ലാം അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് ആരും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുകയൊന്നും ചെയ്യരുത്. കാരണം പലപ്പോഴും ഇത് ക്യാൻസർ കൊണ്ട് മാത്രമല്ല, അല്ലാതെ ഈ ട്യൂമർ മാർക്കറുടെ അളവ് കൂടിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.